ലോകം ഇന്ന് മറ്റൊരു വലിയ യുദ്ധമുനമ്പിലാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതിലേക്ക് അമേരിക്കയുടെ കടന്നുകയറ്റം അക്ഷരാർത്ഥത്തിൽ പശ്ചിമേഷ്യയെ കത്തുകയാണ്. എന്നാൽ ഈ മഹാപ്രതിസന്ധിയിലും ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്: ഇന്ത്യയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ എടുത്ത ഔദ്യോഗിക നിലപാട് വളരെ സൂക്ഷ്മമാണ്. സംഘർഷം വർദ്ധിക്കരുത്, സംവാദം വഴി പ്രശ്നം പരിഹരിക്കണം, പ്രാദേശിക സമാധാനം നിലനിർത്തണം എന്നിവയാണ് അത്. ഇന്ത്യ നേരിട്ട് ഇറാനെ പിന്തുണച്ചിട്ടുമില്ല, അമേരിക്കയും ഇസ്രായേലിനെ വിമർശിച്ചിട്ടുമില്ല. ഇതാണ് നയതന്ത്ര വിദഗ്ധർ സൂചിപ്പിക്കുന്ന സ്ട്രാറ്റജിക് സൈലൻസ്, അതായത് നയതന്ത്ര മൗനം. ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ഊർജ സുരക്ഷ. ഇന്ത്യയുടെ പെട്രോളിയം ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഇറാനിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് വരുന്നത്. ഇറാനുമായി സംഘർഷം നിലനിൽക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങളുമായോ തെറ്റുന്നത് ഇന്ത്യയിലെ എണ്ണ ഇറക്കുമതിയെ ദോഷകരമായി ബാധിച്ചേക്കാം. ഇത് ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ നിഷ്പക്ഷത നിലപാട് ഇന്ത്യക്ക് എനർജി സുരക്ഷ നൽകുന്നു. നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇന്ധനക്ഷാമം മൂലം വലയുമ്പോഴാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്. രണ്ടാമതായി, ഹോർമൂസ് കടലിടുക്ക്. ലോക എണ്ണക്കടത്തിന്റെ 21% നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതിൽ തന്നെ ഇന്ത്യയുടെ പെട്രോൾ, പാചകവാതകം എന്നിവയുടെ പകുതി നടക്കുന്നതും ഈ പാത വഴിയാണ്. ഈ പാത ഇറാന്റെ അധീനതയിലുള്ളതും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ മധ്യത്തിലൂടെ ആയതിനാലും സംഘർഷ സമയത്ത് മറ്റ് ആക്രമണങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാനും ഈ രാജ്യങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ഈ നയതന്ത്ര മികവിന്റെ ഫലമായിട്ടാണ് മറ്റു കപ്പലുകളെ തടയുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതേസമയം തന്നെ ഇന്ത്യയുടെ 1,35,000 മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ടുള്ള 2 എണ്ണക്കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലെത്തിയത്. കൂടാതെ 40,000 മെട്രിക് ടൺ വരുന്ന LPG ഗ്യാസ് വഹിക്കുന്ന 2 കപ്പലും ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലെത്തുന്നു. ഇറാനിയൻ കപ്പലിന് നമ്മൾ കൊച്ചിയിൽ നങ്കൂരമിടാൻ അനുവദിച്ച് സുരക്ഷ നൽകുന്നതിന്റെ നന്ദി സൂചകമായി കൂടിയാണ് അവർ നമ്മളോട് ഈ കരുതൽ കാണിക്കുന്നത്. മൂന്നാമതായി, പ്രവാസികളുടെ സുരക്ഷ. സംഘർഷ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള 10,000-കണക്കിന് വരുന്ന പ്രവാസികളെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ വിമാനം അയച്ച് തിരിച്ചു കൊണ്ടുവന്നു. കൂടാതെ 90 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്നത്. ഗൾഫ് മേഖലയിലെ ഈ പ്രവാസികൾ പ്രതിവർഷം $135 ബില്യൺ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അത് ഇന്ത്യൻ GDPയുടെ ഏകദേശം 3.5% വരും. ഒരു പക്ഷം മാത്രം പിടിച്ചാൽ അത് അവരുടെ ജോലി സുരക്ഷയും ഇന്ത്യൻ എക്കണോമിയെ തന്നെയും ബാധിക്കും. മാത്രമല്ല, വലിയ യുദ്ധമുണ്ടായാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവിടെ നിന്ന് ഒഴിപ്പിക്കാനും എല്ലാ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം അനിവാര്യമാണ്. നാലാമതായി, പ്രതിരോധ സഹകരണം. ഇസ്രായേലിൽ നിന്ന് ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ, കൃഷി ജലസേചന സാങ്കേതിക വിദ്യകളും എല്ലാം ഇന്ത്യ വാങ്ങുന്നുണ്ട്. അതേസമയം അമേരിക്കയുമായി സൈനിക സഹകരണവും വ്യാപാര കരാറുകളുമുണ്ട്. ഈ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെ മുന്നോട്ടു പോകാൻ ഈ നിഷ്പക്ഷത സഹായിക്കും. അഞ്ചാമതായി, തന്ത്രപ്രധാനമായ പാതകൾ. ഇന്ത്യയുടെ വ്യാപാര പാതകൾ പലതും സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റഷ്യയിലേക്കുള്ള പാതകൾ ഇറാൻ വഴിയും യൂറോപ്പിലേക്കുള്ള പാതകൾ ഇസ്രായേൽ വഴിയുമാണ് കടന്നുപോകുന്നത്. ഇതിൽ ഒരാളെ പിണക്കിയാൽ ഇന്ത്യയുടെ 10 വർഷത്തിലധികമുള്ള കഠിനാധ്വാനം നഷ്ടമാകും. ആറാമതായി, സാമ്പത്തിക ബന്ധങ്ങൾ. 3 രാജ്യങ്ങളുമായും ഇന്ത്യക്ക് വലിയ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. ഇസ്രായേൽ ആയുധങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവ നൽകുന്നു. ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചാബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്കുള്ള വ്യാപാര പാത ഇന്ത്യക്ക് വളരെയധികം നിർണായകമാണ്. ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്താൻ നിഷ്പക്ഷത അനിവാര്യമാണ്. ആറാമതായി, ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള വിശ്വാസ്യത. ഇന്ത്യ ഇന്ന് ലോകത്ത് ഒരു ഉത്തരവാദിത്തമുള്ള ശക്തിയായി ഉയരുകയാണ്. ഒരു പക്ഷം ചേരാതെ നിഷ്പക്ഷത പാലിക്കുന്നത് സമാധാനത്തിനായുള്ള ശ്രമങ്ങളിൽ ഇന്ത്യയെ ഒരു മധ്യസ്ഥ രാജ്യമായി കാണാൻ സഹായിക്കുന്നു. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ആഗോള ശക്തിയായി വളരുന്ന ഇന്ത്യക്ക് ഈ നയതന്ത്ര വൈദഗ്ധ്യം ഉപയോഗിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും എന്നാണ് പല ഡിപ്ലോമാറ്റ്സും നിലവിലെ സാഹചര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്. എട്ടാമതായി, എല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധം. ഇന്ത്യയുടെ വിദേശ നയം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പ്രത്യേക രീതിയിലാണ്. അതിനെ മൾട്ടി അലൈൻമെന്റ് എന്ന് വിളിക്കുന്നു. അമേരിക്കയുമായി ട്രേഡ് ഡീൽസ് നടത്തുമ്പോൾ തന്നെ റഷ്യയുമായി ഓയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു.
ഇസ്രായേലുമായി പരസ്യ ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ തന്നെ ഇറാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്താൻ സാധിക്കുന്നു. ചൈനയുമായും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായുമെല്ലാം കരാറിൽ ഒപ്പിടുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വളരെ വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകമാകുന്നു. എല്ലാവരുമായും ഒരേ സമയം ബന്ധം നിലനിർത്തുന്ന ബാലൻസ്ഡ് ഡിപ്ലോമസി, ഇത് പലപ്പോഴും മോദി സർക്കാരിന്റെ മാത്രം നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ വെറും കാഴ്ചക്കാരനല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിക് മാസ്റ്റർ ഗെയിം കളിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും പൗരന്മാരുടെ സുരക്ഷയെയും മുൻനിർത്തിയുള്ള ഈ നയം മോദിയുടെ നയതന്ത്ര മികവായി വിലയിരുത്തപ്പെടുന്നു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോളതലത്തിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. ഈ നിലപാട് ഇന്ത്യക്ക് സാമ്പത്തികമായും നയതന്ത്രപരമായും വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും ചർച്ചകളിലൂടെ സമാധാനം കണ്ടെത്തണമെന്നതുമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. ഇന്ത്യയുടെ ഈ നിഷ്പക്ഷതയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യ ഒരു വശത്തേക്ക് ചായണോ അതോ ഈ നിഷ്പക്ഷത തന്നെ തുടരണോ? താഴെ കമന്റ് ചെയ്യുക. ശരിയായ വാർത്തകളും ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങളും കൃത്യമായ സമയത്ത് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. അർത്ഥം മലയാളം.